കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ രീതിയിലുള്ള ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നേരത്തെ ഞാനൊരു കണ്ണൂർ സ്റ്റൈലിലുള്ള ബട്ടൂരയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ശരിക്കുള്ള ബട്ടൂരയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാനും മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. ഞാനിപ്പോൾ ഈ റവ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂണ് പഞ്ചസാരയാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, അതിന് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തൈരാണ്. അപ്പോൾ നിങ്ങൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ സാധാ പൂരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കണം. ബട്ടൂരക്ക് മാവ് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ സോഫ്റ്റാണ് വരെ കുഴച്ചെടുക്കരുത്. അത്യാവശ്യം നല്ല ഹാർഡായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. എങ്കിലേ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വരുള്ളൂ. അപ്പം ഞാനിതാ ഈ രീതിയിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ പുറം ഭാഗത്തൊക്കെ നല്ല ക്രാക്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ്. ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. എങ്കിലേ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ച് കൊടുത്ത് 2 മണിക്കൂർ നേരത്തിനൊന്ന് മാറ്റി വെക്കുകയാണ്. 2 മണിക്കൂറിന് ശേഷമാണ് ഞാനത് തുറക്കുന്നത്. മാവ് ഇപ്പോൾ നന്നായി ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിന് വീണ്ടും ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഒരുപാട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിൽ നിന്നും ഓരോ ബോളുകളാക്കിയെടുത്ത് ബട്ടൂര ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കണ ആ ഒരു സൈസിലുള്ള ബോളുകളാക്കി എടുത്താൽ മതി. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടതല്ല, ഒരു പത്തിരി പലകമേൽ വെച്ചിട്ടൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കനം കുറച്ച് പരത്തരുത്, അത്യാവശ്യം കട്ടിയിലായിരിക്കണം പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈസിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാവണം. അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നന്നായി ചൂടായപ്പോൾ ഞാനിതിലേക്ക് പരത്തി വെച്ചിട്ടുള്ള ബട്ടൂര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണക്കോരി കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ അത് പൊങ്ങി വരും. ഒരു ഭാഗം നന്നായിട്ട് പൊങ്ങി വന്നാൽ മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ ആദ്യത്തെ ബട്ടൂര റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലുള്ള ബട്ടൂരയുടെ റെസിപ്പിയാണിത്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ബട്ടൂര റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബട്ടൂര ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. ഒട്ടും ഫ്ലോപ്പ് ആവില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.